ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദ് രാധികാമ്മയടുത്ത് ചോദിക്കുകയായിരിക്കും, ആരുടെ പ്രേതാണ് രാധികാമ്മ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വരുൺ ഇടയിൽ കയറി പറയുമായിരിക്കും മാധവങ്കളുടെയാണ് എന്ന് പറയുമ്പോൾ, അപ്പോൾ രാധികാമ്മയും അതേ കണ്ണാ, മാധവേട്ടൻ്റെ പ്രേതം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ശ്രാദ്ധമൊന്നും കഴിക്കാറൊന്നുമില്ലല്ലോ, അതിലെനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പ്രിയ ജനിച്ച അതേ ദിവസമല്ലേ മാധവേട്ടൻ നമ്മളെ വിട്ടു പോയത് എന്നൊക്കെ പറയുമായിരിക്കും. അപ്പോൾ പ്രിയ ആണെങ്കിൽ ഡോർ തുറന്ന് ഈ കാര്യമൊക്കെ കേൾക്കുന്നുണ്ടാവും. പ്രിയ ജനിച്ച ദിവസം തന്നെയാണ് അച്ഛൻ മരിച്ചതെന്ന്. എന്നിട്ട് അത് അറിയുന്ന സമയത്ത് പ്രിയയ്ക്ക് ഭയങ്കര കരച്ചിലൊക്കെ വരുന്നുണ്ടാവും. എന്നിട്ട് പിന്നെ ഡോറടിച്ച് പ്രിയ അകത്തേക്ക് തന്നെ ചെല്ലുമായിരിക്കും. അപ്പോൾ പ്രിയ ഇങ്ങനെ നോക്കി എന്നുള്ള കാര്യം ഗോവിന്ദും ഗീതും ഒക്കെ കാണുന്നുണ്ടാവും. ആ സമയം ഗോവിന്ദ ഒന്നും മിണ്ടുന്നുണ്ടാവില്ല. എന്നിട്ട് മുകളിലേക്ക് പോവുമായിരിക്കും രാധികാമ്മയുടെ പുറകെ. എന്നിട്ട് പിന്നെ രാധികാമ്മേൻ്റെ അടുത്ത് പറയും, രാധികാമ്മ ഒന്ന് അങ്ങോട്ട് നിന്നേ എന്ന് പറയും. ഗീതു ഉണ്ടാവും കേട്ടോ കൂടെ. എന്നിട്ട് പറയും, പ്രിയയുടെ മുമ്പിൽ വെച്ചിട്ട് എന്തിനാണ് അങ്ങനെ പറയേണ്ട ആവശ്യം, അവളത് കണ്ടു, അവൾക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. ഇത്രയും നാൾ മറച്ചു വെച്ചതായിരുന്നു അവൾ ജനിച്ച ദിവസമാണ് അച്ഛൻ മരിച്ചതെന്ന്. അതിപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ പറഞ്ഞപ്പോൾ അവൾക്കത് വിഷമായിട്ടുണ്ടാവില്ലേ, ഞാനതാണ് അവിടുന്ന് ഒന്നും തിരിച്ചു പറയാതിരുന്നത്, പ്രിയയ്ക്ക് വിഷമാവും എന്നോർത്തിട്ട് എന്നൊക്കെ പറയുമായിരിക്കും. എന്നിട്ട് പിന്നെ പറയും, അച്ഛൻ്റെ ശ്രാദ്ധം അങ്ങനെ ആരൊക്കെ മറന്നാലും ശരി, ഞാനത് എന്നും ചെയ്യാറുണ്ട്, അത് നിങ്ങളെയൊന്നും അറിയിക്കുന്നില്ലെന്നുള്ളൂ. ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം രാധികാമ്മ അതേപ്പറ്റി പറഞ്ഞിട്ടോ ചെയ്തിട്ടോ ഉണ്ടോ? ഒന്നുമില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇപ്പം ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഞാനത് സമയത്തിന് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമായിരിക്കും. അപ്പോൾ രാധികാമ്മയാകെ ചമ്മി നാറുമായിരിക്കും. എന്നിട്ട് ഏത് ദിവസം കണ്ണാ ആ ദിവസം എന്ന് ചോദിക്കും കേട്ടോ, ശ്രാദ്ധം ചെയ്യുന്ന ദിവസം. അപ്പോൾ അതുപോലെ രാധികാമ്മയ്ക്ക് അറിയില്ല. അപ്പോൾ നമ്മുടെ ഗീതു ആണെങ്കിൽ പറയും, ഒറ്റയ്ക്ക് തന്നെ അങ്ങോട്ട് കണ്ടുപിടിച്ചയച്ചാൽ മതി എന്ന് പറഞ്ഞ് ഗീതും ഗോവിന്ദ അവിടെ നിന്ന് മാറുമായിരിക്കും. അത് കഴിയുമ്പോൾ വരുണ് കാണുമ്പോൾ രാധികാമ്മ പറയും, എൻ്റെ മണ്ടനായ മകനെ, നീയാണ് എൻ്റെ പ്രശ്നം, ഇതുപോലൊരു മണ്ടനായ ഒരു മകൻ, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ മാധവേട്ടൻ്റെ കാര്യം ഇതിലേക്ക് പറഞ്ഞിട്ടത്, ഇപ്പോൾ എന്തായി, എല്ലാവരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടപ്പോൾ നിനക്ക് സമാധാനമായില്ലേ എന്ന് പറയുമ്പോൾ വരുണാണെങ്കിലും പറയും, പിന്നെ ഞാൻ അവരോട് എന്ത് പറയണമായിരുന്നു, ഭദ്രൻ്റെ ആണെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കും. പിന്നെ രാധികാമ്മയൊന്നും മിണ്ടുന്നൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ വരുണാണെങ്കിലും പറയുമായിരിക്കും, അമ്മ ഒരു കാര്യം ചെയ്യ്, ആ ശ്രാദ്ധത്തിൻ്റെ അന്ന് ഭയങ്കര പൂജയും ഭക്തിയൊക്കെ ആയിട്ട് നടക്കുക, അത് കാണുമ്പോഴെങ്കിലും അവർ വീണോളും, അപ്പോൾ നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആയിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ രാധികാമ്മയാണെങ്കിൽ, എന്നാലും ആ ശ്രാദ്ധം എപ്പോഴാണ്, എനിക്ക് ഓർത്തിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വരുണാണെങ്കിലും പറയും, എന്നെ ഇപ്പം മണ്ടനാണെന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, അമ്മയ്ക്ക് തന്നെ ഒന്ന് ഓർത്തൂടെ, പ്രിയ ജനിച്ച ദിവസമാണ് മരിച്ചതെന്ന് പറയുമ്പോൾ ആ ദിവസം തന്നെ ശരിയാണ് എന്ന് പറഞ്ഞ് രാധികാമ്മയാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുകയായിരിക്കും. പിന്നീട് അജാസും അവർണികയും ഗീതുവിനും ഗോവിന്ദനെയും കാണാനൊക്കെ വരുന്നുണ്ടാവും. എന്നിട്ട് ആ ഒരു സിംഗപ്പൂർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അജാസ് ഒരാളെ പറയുമായിരിക്കും. അപ്പോൾ അവർണികയാണെങ്കിൽ നോക്കുന്നുണ്ടാവും കേട്ടോ, കാരണം അജാസ് അയാളെ പറ്റിയിട്ട് അയാളുടെ കുടുംബത്തെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും പറയുന്നത്. അയാളുടെ ഭാര്യ ഇങ്ങനെ പോയി അങ്ങനെ അവരുടെ ഒരു കുടുംബ പശ്ചാത്തലമൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഗീതു ആണെങ്കിലും പറയും, ഇതിപ്പോൾ ആർക്കും കല്യാണം കഴിക്കാനൊന്നും അല്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ഗോവിന്ദാണെങ്കിലും പറയും, എന്നാലും കുഴപ്പമില്ല, അങ്ങനെയുള്ള ഒരാളാകുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക എന്നുള്ള കാര്യമൊക്കെ പറയുമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ സമയമാണെങ്കിൽ അവരുടെങ്കിൽ അജാസിന് ഇങ്ങനെ നോക്കുന്നുണ്ടാവും. എന്നിട്ട് ആ അജാസ് പേര് പറഞ്ഞ ഒരു വ്യക്തിയുടെ ആ ഒരു കാര്യങ്ങൾ തന്നെ ഉറപ്പിക്കുക എന്നുള്ള രീതിക്ക് ഗോവിന്ദാണെങ്കിലും ഉറപ്പിക്കുകയായിരിക്കും. അത് കഴിഞ്ഞ് കാറിലിങ്ങനെ വരുമായിരിക്കും അജാസും അതുപോലെ അവർണിക. അപ്പോൾ അവർണികയാണെങ്കിലും പറയും, ഞാൻ സജസ്റ്റ് ചെയ്ത ഒരു പേര് പോലും അജാസ് അവിടെ പറഞ്ഞില്ല, അപ്പോൾ ഈ ഒരാളുടെ പേര് തന്നെ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അജാസ് ആണെങ്കിലും പറയുമായിരിക്കും, ആ വ്യക്തി അത്രയ്ക്ക് നല്ലതായതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ വിചാരിക്കുകയായിരിക്കും, ആ വ്യക്തി അവർണികയ്ക്കും യോജിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ശരിക്കും ഒരു കല്യാണാലോചന പോലെ തന്നെയാണ് നടത്തിയത് എന്നുള്ള രീതിക്ക് പറയായിരിക്കും. എനിക്ക് അവർണികയുടെ ജീവിതം സേഫ് ആക്കണം, എന്തുകൊണ്ടും യോജിച്ച ഒരാളാണ് അവർണികയ്ക്ക് അയാളെ എന്നുള്ള രീതിക്ക് അജാസ് ആണെങ്കിലും മനസ്സിലിങ്ങനെ വിചാരിക്കുകയായിരിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് കാഞ്ചന ഇഡലി ഉണ്ടാക്കുമായിരിക്കും. അപ്പോൾ അവിടെ രഞ്ജും രേഖയും ഗീതവും ഒക്കെ വരുന്നുണ്ടാവോ, ഇന്ന് ഇഡ്ഡലിയാണ്, എനിക്കൊന്നും വേണ്ട എന്നിങ്ങനെ എല്ലാവരും പറയുമായിരിക്കും. എന്നിട്ട് ഗീതു ആണെങ്കിലും അന്ന് മസാല ദോശ കഴിച്ച കടയിലെ മണിയേട്ടൻ്റെ അവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, വെജ് ഓംപ്ലേറ്റ് എന്നുള്ള കാര്യമൊക്കെ പറയുമായിരിക്കും. അപ്പോൾ പക്ഷെ അത് ഉണ്ടാക്കാൻ അറിയില്ല, അത് മാത്രമല്ല അത് 6 മണിക്കേ തുറക്കുള്ളൂ, നമുക്കിപ്പോൾ വിശക്കുന്നില്ലേ, നമ്മൾ എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ ഗോവിന്ദാണെങ്കിലും വന്നിട്ട്, നിനക്കന്നത് പറഞ്ഞപ്പോഴേ കൊതി വന്നു എന്ന് എനിക്ക് മനസ്സിലായി ഗീതു, അതുകൊണ്ട് ഞാനതിൻ്റെ റെസിപ്പിക്ക് അവരുടെ അടുത്ത് ചോദിച്ച് എഴുതി വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുമായിരിക്കും. എന്നിട്ടത് വായിക്കാനായിട്ട് നോക്കുമ്പോൾ ഫുള്ള് തമിഴായിരിക്കും. അവർക്കാർക്കും തമിഴ് അറിയില്ലല്ലോ, കാഞ്ചനയ്ക്ക് പക്ഷേ അറിയാം. എന്നിട്ട് പിന്നെ കാഞ്ചനേൻ്റെ കയ്യിൽ ഇതാ കാഞ്ചനൊക്കെ അതൊന്ന് വായിക്കെന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് കാഞ്ചനയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുകയായിരിക്കും, ഞാനിപ്പോൾ ഇതൊക്കെ വായിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ തലയിലാവും പണി, ഞാൻ പണിയെടുത്ത് മടുക്കും, അപ്പോൾ ഞാൻ എന്തായാലും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണെന്നുള്ള രീതിക്ക് എനിക്ക് ഈ തമിഴ് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമായിരിക്കും. എന്നിട്ട് പിന്നെ ഗീതു ആണെങ്കിലും വേഗം ഫോട്ടോ എടുത്തിട്ട്
അത് വിജയലക്ഷ്മി അമ്മയ്ക്കായിരിക്കും അയച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഫോൺ ചെയ്ത് വിജയലക്ഷ്മി അമ്മയടുത്ത് പറയുമായിരിക്കും, ഞാനൊരു സംഭവം അയച്ചിട്ടുണ്ട്, ഞങ്ങൾ ഗർഭിണികളായ 3 പേർക്ക് അത് കഴിക്കാൻ ഒരാഗ്രഹം, അതൊരു റെസിപ്പിയാണ്, തമിഴ് അറിയാമായിരിക്കുമല്ലോ അല്ലേ, എനിക്കതൊന്ന് പറഞ്ഞു തരണം എന്നൊക്കെ പറയുമായിരിക്കും. എന്നിട്ട് പിന്നെ സാധാരണ സംസാരങ്ങളൊക്കെ സംസാരിക്കുകയായിരിക്കും. എന്നിട്ട് പിന്നെ ഗീതു ആണെങ്കിലും പറയും, കണ്ണേട്ടനാണെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു വഴക്കുണ്ടാക്കുന്നില്ല, എനിക്കാണെങ്കിൽ വഴക്കുണ്ടാക്കാൻ വെറുതെ തോന്നുകയാണ്. കണ്ണേട്ടനാണെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആയ ശേഷം പെൺകൊന്തനായോ എന്നൊരു സംശയം ഇല്ലാതില്ല എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി അമ്മയാണെങ്കിൽ, ഡീ എൻ്റെ മോനെ പറഞ്ഞാലുണ്ടല്ലോ, അവനെപ്പോലൊരു ഭർത്താവിനെ കിട്ടാൻ നീ പുണ്യം ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കേ. അപ്പോൾ ഗീതാണെങ്കിൽ, ഓ മോനെ പറഞ്ഞപ്പോൾ നൊന്തു അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. എന്നിട്ട് പിന്നെ വിജയലക്ഷ്മി അമ്മയടുത്ത് പറയും, എന്താണ് ഇങ്ങോട്ടൊന്നും വരാത്തത്, മരുമകൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ടൊന്നും വരുന്ന പോലും ഇല്ലല്ലോ. അപ്പോൾ വിജയലക്ഷ്മി അമ്മയാണെങ്കിലും പറയുമായിരിക്കും, ഞാനവിടെ വന്നിട്ട് ഇനിയിപ്പോൾ കണ്ണന് വെറുതെ പ്രശ്നമാവണ്ട, ഇനിയിപ്പോൾ അവന് ദേഷ്യം വരില്ലേ എന്ന് പറയുമ്പോൾ ഗീതാണെങ്കിലും പറയും, ഏയ് അങ്ങനെയൊന്നുമില്ല, ഇങ്ങോട്ട് വരണം, ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് കണ്ണേട്ടൻ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കട്ടെ, ഞങ്ങൾക്ക് നല്ല രീതിക്ക് നല്ല അടി കൂടിയിട്ട് രസിക്കാമല്ലോ എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി അമ്മയാണെങ്കിലും പറയും, എൻ്റെ ഡൗട്ട് നിനക്കിപ്പോൾ പ്രഗ്നൻ്റ് ആയപ്പോൾ നീ മെൻ്റലായോ എന്നൊരു ഡൗട്ടില്ലാതില്ല എന്ന് പറയുമ്പോൾ ഗീതു ആണെങ്കിലും പറയും, മെൻ്റലല്ല, അതിൻ്റെ പേര് ഞാനിപ്പോൾ ഒരു സൈക്കോ ഗർഭിണിയാണ് എന്നൊക്കെയായിരിക്കും നമ്മുടെ ഗീതു ആണെങ്കിലും പറയുന്നത്. എന്നിട്ട് പിന്നെ ഗീതു ആണെങ്കിലും വിജയലക്ഷ്മി അമ്മയടുത്ത് പറയും, ആ റെസിപ്പി ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയായിരിക്കും. അപ്പോൾ വിജയലക്ഷ്മി അമ്മയാണെങ്കിൽ ആ തമിഴിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഓ ഇത് വല്ലാത്തൊരു തമിഴാണല്ലോ, പിടി കിട്ടി, എന്തോ ഒരു വെജ് ഓംപ്ലേറ്റിൻ്റെ റെസിപ്പിയാണല്ലോ പറഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ വായിക്കുകയായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.